കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ മെയ് 4-ന് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് മുതൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആരാണ് 16-ാം കേരള നിയമസഭയുടെ മുഖ്യമന്ത്രിയാകുക? ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് 3 പേരുകൾ ഉയർന്നു കേട്ടതോടുകൂടി അത് വലിയ ചർച്ചയാകുന്നു. ആ ചർച്ച ഇന്ന് ഡൽഹിയിൽ എത്തി നിൽക്കുന്നു. മാരത്തോൺ ചർച്ചകൾക്കൊടുവിലും ഹൈക്കമാൻഡിന് ആ ഒരു പേര് നിർണ്ണയിക്കാനായില്ല, അതല്ലെങ്കിൽ പ്രഖ്യാപിക്കാനായില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഡിസിഷൻ പെൻഡിംഗ് ആണ്. ആ തീരുമാനത്തിലെത്താനാകാതെ നിൽക്കുകയാണോ ഹൈക്കമാൻഡ്? അതല്ലെങ്കിൽ തീരുമാനത്തിലെത്തിയ പ്രഖ്യാപനത്തിലേക്ക് എത്താൻ വൈകുകയാണോ? കാരണം ഒരു പേരിൽ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ബാക്കി 2 പേരുകാരെയും അത് വിശദീകരിക്കേണ്ടതുണ്ട്, അണികളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരൊറ്റ പേരിലേക്ക് എത്തുക, 3-ൽ 1 എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു തീരുമാനം തന്നെയാണ്. ആ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്, AICCക്ക് മുന്നിലുള്ളത്. തീരുമാനം ഇനിയും നീളും, ചർച്ചകൾ ഇനിയും തുടരും, ഘടകകക്ഷികളുമായി ഇനിയും ചർച്ചകൾ തുടരും. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സമയമായില്ല എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പറയുന്നത്. ആദ്യം അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഇന്ന് മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ട് ദീപദാസ് മുൻഷിയാണ് ഈ പേര് ഇന്ന് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള കാര്യം വിശദീകരിച്ചത്. അവരുടെ പ്രതികരണത്തിലേക്ക്. For last 2-3 days, there are some over-enthusiastic workers and some unruly incident happened in Kerala. People have given us landslide majority, and those unruly incidents are not our Congress culture. So we are requesting all the workers to stop this kind of activity. And also, very soon, I think in due time, we will get the final decision by our High Command, and we are waiting for that. യെസ്, ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ദീപദാസ് മുൻഷിയെ പറഞ്ഞു വെക്കുന്നത്. ഇനിയും ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ, കൂടിയാലോചനകൾ അത് ആ രീതിയിൽ തുടരും. ശേഷം സോണിയാഗാന്ധിയുടെ അടുക്കിലേക്ക് കാര്യങ്ങളെത്തും. സോണിയാഗാന്ധി ആയിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ള കാര്യങ്ങളിലേക്കാണ് സംഭവവികാസങ്ങൾ, ചർച്ചകളൊക്കെ എത്തി നിൽക്കുന്നത്. ഏതായാലും ഡി ധനസുമോദ് കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡീകോഡിനൊപ്പം. വിശദമായ സമഗ്രമായി തന്നെ ഇന്ന് എന്താണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകളെന്ന് വിശദീകരിക്കാനായി. സുമോദ്, 3 പേരുകൾ, ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഈ 3 ആളുകളും തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ഒരു തീരുമാനത്തിൽ നിന്ന് അയയാതെ വന്നതാണോ? അതല്ലെങ്കിൽ ഈ 3 പേരെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമെന്നൊരു പ്രതിസന്ധിയാണോ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്? എന്നത്തേക്ക് പ്രതീക്ഷിക്കാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു അന്തിമ തീരുമാനം? യഥാർത്ഥത്തിൽ ഈ 3 നേതാക്കന്മാരും എത്തിയിരിക്കുന്നത് ഇവരിൽ നിന്നും ഒരു മുഖ്യമന്ത്രി പേരുണ്ടാകും, ബാക്കി 2 പേർക്ക് ഒരു പാക്കേജ് ഉണ്ടാകും. ആ തരത്തിലുള്ള ഒരു സംഭാഷണത്തിനാണെന്നാണ്. പക്ഷേ ഹൈക്കമാൻഡ് തുടക്കം മുതൽ തന്നെ കേരളത്തിൽ നടക്കുന്ന ഈ തെരുവുകളിൽ നടക്കുന്ന ഈ തമ്മിത്തല്ലിനെ കുറിച്ച് കടുത്ത വിമർശനമാണ് നേതാക്കന്മാർക്ക് എതിരെ ഉണ്ടായത്. അത് മല്ലികാർജ്ജുന ഖാർഗെ കഴിഞ്ഞാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് 2ാമത്തെ പോസ്റ്റ്. ഈ 2ാമത്തെ പോസ്റ്റിലിരിക്കുന്ന ആളെയും പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും 3 പേരെയും ഒരുമിച്ചിരുത്തി നിങ്ങൾ കൃത്യമായി ജോലി എടുത്തില്ല. കാര്യം നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിരുന്ന കൃത്യമായി പറയേണ്ട രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ആ തെരുവിൽ ഈ തരത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാമായിരുന്നു. ബാനറുകൾ വെക്കുന്നതും പോസ്റ്ററുകൾ വെക്കുന്നതും ഒഴിവാക്കാമായിരുന്നു. കരിയോയിൽ ഒഴിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. കാര്യം കേരളത്തിൽ മഹാവിജയമാണ് UDF നേടിയിരിക്കുന്നത്. ഇതിൻ്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ UDFന് വോട്ട് ചെയ്യുന്നവരെ ഒരു തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിൻ്റെ തെരുവുകളിൽ കാണുന്നത്. അതുകൊണ്ട് ഈ രാത്രി തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും ബാനറുകളും എടുത്ത് മാറ്റിയിരിക്കണം. അത് നിങ്ങൾ 3 പേരും ഒരുമിച്ച് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പാകെ സംസാരിക്കണം എന്നുകൂടി പറഞ്ഞു. അങ്ങനെ യോഗത്തിന് ശേഷം അവരെത്തി മാധ്യമങ്ങളോട് തന്നെ പറയുകയാണ്, ഈ രാത്രി തന്നെ പോസ്റ്ററുകൾ എടുത്ത് മാറ്റുകയാണ്, 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതിൻ്റെ ഒരു അനുരണനം, അതിൻ്റെ ഒരു പ്രത്യാഘാതം ഇന്ന് എല്ലായിടത്തും നമുക്ക് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയും.
രണ്ടാമത്തെ ഇനി മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു കാര്യം അത് പൂർണ്ണമായും ഹൈക്കമാൻഡിന് വിടുകയാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനിക്കുന്ന ആരായാലും അത് അംഗീകരിക്കുക എന്നൊരു നിലപാടിലേക്ക് തന്നെ എത്തണം എന്നുള്ളൊരു കാര്യമാണ് ഇവരോട് പറഞ്ഞത്. അവർ 3 പേരും അക്കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. കാര്യം നേരത്തെ MLA-മാർ ഇക്കാര്യങ്ങൾ ഈ തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നൽകിയതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിമാരിൽ 3 പേരിൽ ആരാണ് എന്നുള്ളൊരു കാര്യം തീരുമാനിക്കാനുള്ളത് കാര്യം സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് നൽകുകയാണ്. ഇതിനു മുമ്പ് ഘടകകക്ഷികളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാര്യം അന്തിമമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഘടകകക്ഷികളോട് ഇക്കാര്യങ്ങൾ പറയണം എന്നുള്ളൊരു കാര്യം അവരിൽ പലരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഘടകകക്ഷികളോടുകൂടി അറിയിച്ചതിന് ശേഷം ആയിരിക്കും തീരുമാനമുണ്ടാകുക. തീരുമാനം ഉചിതമായ സമയത്ത് തന്നെ ഉണ്ടാകും. അത് മിക്കവാറും ഒരു 2 ദിവസത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ മാനദണ്ഡങ്ങളൊക്കെ മാറുകയാണോ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ? സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നത് ഏറ്റവും കൂടുതൽ MLA-മാർ ആരെ പിന്തുണയ്ക്കുന്നു അവരാകുന്നു മുഖ്യമന്ത്രി എന്ന രീതിക്കാണ്. കർണാടകയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് സിദ്ധരാമയ്യ അവിടെ മുഖ്യമന്ത്രിയായതും DK ശിവകുമാർ അവിടെ ഉപമുഖ്യമന്ത്രിയായതും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ അത് തെറ്റിപ്പോകുമോ? പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം ഈ ഏറ്റവും കൂടുതൽ പേര് പിന്തുണക്കുന്നത് തന്നെയാണ്. പക്ഷേ അത് മാത്രം ഒരു മാനദണ്ഡമാകില്ല. കാര്യം ഈ രാഷ്ട്രീയം നമ്മളൊന്ന് പരിഗണിച്ച് കഴിയുമ്പോൾ ഘടക കക്ഷി സർക്കാരുകൾ ആദ്യമായി ഈ രാജ്യത്ത് വിജയിച്ചത് കേരളത്തിലാണ്. മാത്രമല്ല അത് മികച്ച രീതിയിൽ ഇപ്പോഴും കൊണ്ടുപോകുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് UDF അതിൻ്റെ ഘടകകക്ഷികളോട് ചില നേതാക്കന്മാരുടെ ഒരു പെരുമാറ്റം വളരെ മോശമായിട്ട് രീതിയിൽ തന്നെയാണ് ഉള്ളത്. കാര്യം ഈ മുസ്ലിം ലീഗ് എന്തിനാണ് ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന തരത്തിലുള്ള ഉള്ള ഒരു പെരുമാറ്റം പല നേതാക്കന്മാരുടെ അടുക്കൽ നിന്നും ഏതായാലും കൃത്യമായ സമഗ്രമായ ചർച്ചകളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും. ഉചിതമായ സമയത്ത് കേരള മുഖ്യമന്ത്രി ആര് എന്ന പേര് അനൗൺസ് ചെയ്യും.